ഹായ്. അപ്പോ കങ്കുവ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ അപ്ഡേറ്റ്, എല്ലാവരും കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ഇന്ന് 11 മണിക്ക് വരുന്നു. സിനിമ റിലീസ് ഡേറ്റ് പറഞ്ഞ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അപ്ഡേറ്റ് പറഞ്ഞ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. 11 മണിക്ക് വരും എന്ന് പറഞ്ഞു. കൃത്യം 11 മണിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. പോസ്റ്ററൊക്കെ നല്ല കിഡിലൻ പോസ്റ്ററാണ്. കങ്കുവയുടെ എല്ലാ പോസ്റ്ററും വൺ ബൈ വൺ നമ്മൾ ഇതിന്റെ മുകളിൽ ഓരോന്ന് എടുത്തെടുത്ത് നോക്കിയാലും എല്ലാം അങ്ങനെ ഒന്നിനൊന്ന് മുകളിൽ മികച്ച നിൽക്കുന്ന സാധനങ്ങളാണ്. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് ഇന്നലെ നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ താഴെ ഒരുപാട് ആളുകൾ പറഞ്ഞത് റിലീസ് ഡേറ്റ് തന്നെയാണ്. അത് നവംബർ 14 കൺഫേം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇട്ടിരുന്നു. സംഭവം ഉള്ളത് തന്നെയാണ്. നവംബർ 14 തീയതി 14/11/24 ഗ്ലോബൽ റിലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോൾഡർ വേഴ്സർ മൈറ്റിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ എഴുതിയിരിക്കുന്നത് ബാറ്റിൽ ഓഫ് പ്രൈഡ് ആൻഡ് ഗ്ലോറി. ഓഹോ, ഫോർ ദ വേൾഡ് ടു വിറ്റ്നസ്. ഹാഷ്ടാഗ് കങ്കുവാസ് മൈറ്റി റെയിൻസ്റ്റോം സ്ക്രീൻസ് ഫ്രം 14/11/24. ഹാഷ്ടാഗ് കങ്കുവ ഫ്രം നവംബർ 14. കൊള്ളാം. പോസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോബി അണ്ണനും ഇപ്പുറത്ത് സൂര്യണ്ണനും രണ്ടുപേരും അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു പുലിന്റെ രണ്ട് കണ്ണായിട്ടാണ് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. രണ്ടും നല്ല ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആവാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ബോബിഡികളൊന്നും വെറുതെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അവിടെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. പുറകിൽ ആ തീ കത്തുന്നത്, ഈ തീയുമായിട്ട് കുറേ സാധനങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ലാവ പൊട്ടണതും അതിനുശേഷം ഉണ്ടാവുന്ന ഇത് മൊത്തം കത്തി നശിച്ച കാട് മൊത്തം പോകുന്നതിന്റെ കൂടെ ഈ ഒരു ഗോത്രം കൂടെ കത്തി നശിച്ച് പോകുന്നതാണോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ലാവ പൊട്ടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും കൂടുതലായിട്ടുണ്ട്. അപ്പോ ഒരു മാസം കൂടെ കാത്തിരിക്കണം. ഒക്ടോബർ 10th പടം വരില്ല, നവംബർ 14th പടം റിലീസ് ചെയ്യും. ഇനിയിപ്പോൾ ആ ഡേറ്റ് മാറാൻ സാധ്യതയില്ല. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറെ ആളുകൾ പറഞ്ഞിരുന്നു മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ. ഒരിക്കലുമല്ല. ഞാൻ ഇപ്പോ ഇനി വരാനുള്ള സിനിമകളിൽ ഏറ്റവും എന്താ പറയാ എക്സ്പെക്ടേഷൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കങ്കുവ എന്ന് പറഞ്ഞുള്ള സിനിമ. ആ വിഷ്വൽ ഒരു മാജിക്, അതൊരു ട്രീറ്റ് ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വിജയനെ കുറിച്ച് പറയുന്നു വെച്ചിട്ട് സൂര്യന് ഇഷ്ടമല്ല എന്നൊരു അർത്ഥമൊന്നുമില്ല. അങ്ങനെ പലരും വിചാരിക്കുന്നുണ്ട്. കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ, അതും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ, അത് വലിയ വിജയമാവുന്ന പ്രതീക്ഷിക്കുന്ന സിനിമ, എല്ലാം കൊണ്ടും നല്ല മികച്ച അപ്ഡേറ്റുകൾ മാത്രം തന്നിട്ടുള്ള ഒരു സിനിമ. അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഡേറ്റ് മാറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും എന്ത് പണി കാണിച്ചതെന്ന്. അത് ഒരു ഒരു പ്രേക്ഷകന്റെ ഒരു ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഒരാളുടെ വികാരം മാത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ ഇത് മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും പോലെ നമുക്കും ചിന്തിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു വേട്ടേനെ പേടിച്ചിട്ടാണെന്ന് തുടക്കത്തിൽ നിന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ ആ വീഡിയോന്റെ താഴെ ഞാൻ ലാസ്റ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് അറൌണ്ട് 400 crores ആണ് പറയുന്നത്. 400 മുകളിൽ നിന്നോ എല്ലാം കൂടെ അവരുടെ ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രോസസ് എല്ലാം കൂടെ അത്ര വരുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. 375 കോടി എങ്ങാണ്ടാണ് പറഞ്ഞു കേട്ടിരുന്നത്. അത് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. പക്ഷെ 400 കോടിക്ക് അടുത്ത് ഇതിന് ചെലവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ബജറ്റിൽ വരുന്ന വേട്ടേന് എത്ര എനിക്കറിയില്ല, 200 ആയിരിക്കും മിക്കവാറും. അപ്പൊ അതിന്റെ ഏകദേശം ഡബിൾ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ, അത് വേട്ടയനും ഇനി അതിന്റെ കൂടെ ബറോസ് വരുന്നു പറയുന്നുണ്ട് അതിനോട് അടുപ്പിച്ച്. അതുപോലെ ദേവര മാറ്റി മാർട്ടിൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ സിനിമ വരുമ്പോ ഈ സിനിമ മികച്ചതാണെന്ന് അത് ഇത് അതിന്റെ കൂടെ പിടിച്ചു നിൽക്കൂല എന്നുള്ളത് അല്ലത്. അതുകൊണ്ടല്ല ഇത് ഇവർ മാറ്റുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം ഇത് മാറ്റാനുള്ള കാരണം മറ്റുള്ള സിനിമകളെ പേടിച്ചിട്ടല്ല. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ബജറ്റിൽ വരുമ്പോൾ കൂടെ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ആളുകളെങ്കിലും അതിലേക്ക് തിരിയും. ഇതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് വരണം. ഒറ്റയ്ക്ക് വന്നാൽ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം ബഡ്ജറ്റ് അത്രയും വലുതാണ്. അത് വലിയൊരു പരീക്ഷണം കൂടിയാണ്. അവിടെ സ്റ്റാർ ഫൈറ്റുകളും കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പ്രൊഡ്യൂസറല്ലേ എത്രയും പൈസ ഇറക്കിയിട്ടുള്ളത്. അവിടെ വിജയാണോ സൂര്യയാണോ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നോക്കിയിട്ട് കാര്യമില്ല. ഇത്രയും വലിയ ബജറ്റാണ്. അപ്പൊ അത് തിരിച്ചു പിടിക്കുക. വലിയ ലാഭം വന്നു ഇല്ലെന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പൈസയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വലിയ ഉദ്ദേശം ഇതിന് പിറകിലുണ്ട്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ വലിയ ടെൻഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ വേട്ടേനെ പോലെ സിനിമയ്ക്ക് വരുമ്പോൾ, ബാക്കിയുള്ള സിനിമകളാണെങ്കിൽ പോലും അങ്ങനെയാണ്, പ്രത്യേകിച്ച് വേട്ടേനെ പോലെ സിനിമയ്ക്ക് വരുമ്പോൾ ഇതിനേക്കാൾ മികച്ചത് വേട്ടേനാണെന്നോ വേട്ടനേക്കാൾ മികച്ച ഇതാണെന്നോ ഒന്നല്ല പറയുന്നത്. അതിനിപ്പോ എത്ര വലിയ സിനിമകളും എത്ര ചെറിയ സിനിമകളും രജനീകാന്തിനെ പോലൊരു നടന്റെ സിനിമയ്ക്ക് വരുമ്പോൾ ഒരുപാട് ഫാൻസ് ആദ്യം ആ സിനിമയ്ക്ക് പോകും. നേരെ മറിച്ച് ഒറ്റയ്ക്ക് കങ്കു ഇറങ്ങുന്ന സമയത്ത് വേറെ ആരും മത്സരത്തിനുള്ള കൂടെ ആരും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആ സിനിമയ്ക്ക് തന്നെ ആയിരിക്കും പോവുക എല്ലാവരും. അത് ഇപ്പൊ വിജയ് ഫാൻ ആണെങ്കിലും സൂര്യ ഫാൻ ആണെങ്കിലും ഇനി ഏത് ഫാൻ ആണെങ്കിലും ശരി, അവര് സൂര്യയുടെ പടത്തിന് തന്നെ കയറും. അത് സൂര്യ എന്നുള്ളതുകൊണ്ടല്ല, കങ്കുവ എന്ന് പറഞ്ഞ വലിയൊരു സിനിമയാണ് വരുന്നത്. അത്രമാത്രം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, അത്രയും വലിയ നല്ല അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോകും.
അപ്പോൾ അങ്ങനെ ഒരു മത്സരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡേറ്റ് മാറ്റിയിട്ടുള്ളത്. കോമൺ സെൻസ് ഉള്ള ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാനും കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ കളിയാക്കിയിട്ട് പറഞ്ഞല്ല, വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എക്സാക്ട്ലി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ദയവേത് അത് ആ രീതിയിൽ തന്നെ എടുക്കുക. പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരാൾക്ക് അത് സമയത്തിന് കിട്ടില്ല എന്നറിയുമ്പോൾ ഉള്ളൊരു സങ്കടം, ആ ഒരു ഉള്ളിലുള്ളൊരു ഒരു ആ ഒരു ബുദ്ധിമുട്ടിന്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് മാത്രം മനസ്സിലാക്കുക. എന്തായാലും 14-ാം തീയതി വീണ്ടും കാത്തിരിക്കാൻ ഒരു മാസമല്ലേ ഉള്ളൂ. കാത്തിരിക്കാം. അടുത്തതായിട്ട് കാണാം. കാണുന്നവരെ